കണ്ട ഈ ഒരു പോണ്ടിലാണ് നമ്മുടെ അലിഗേറ്റർ കാർ കിടക്കണ കേട്ടോ. അപ്പൊ പോണ്ടിന്റെ കളർ എന്ന് പറയുമ്പോൾ പച്ചയാണോ മഞ്ഞയാണെന്ന് പോലും അറിയില്ല. വെള്ളം ശരിക്കും കളർ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് നാൾ ഉണ്ടായില്ല, കാരണമാണ് ഇവിടെ ഈ ഒരു കളറിലേക്ക് മാറിയേക്കണം. ഇവിടെ ക്ലീൻ ചെയ്ത് എല്ലാവരും. അത് കൂടാതെ തന്നെ ഈ ഒരു കൂട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് ഈ ഒരു സൈഡിലേക്ക് മാറ്റണം, കാരണം ഇവിടെ കൂടി നടക്കാനുള്ള സ്പേസ് ഇല്ല. ഈ തെങ്ങിൻ്റെ പൊറ്റയൊക്കെ കാരണം നടക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റിയിട്ടാണ്, ഈ ഒരു സ്പോട്ടിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു പോണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ പോണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണേ കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെല്ലിയുടെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ടൈം 1:30 ആകാൻ വേണ്ടി പോകണം, 2 മിനിറ്റ് കൂടി ഉള്ള 1:30. അപ്പോൾ ഇവന് എത്ര നേരം കരപ്പേ കിടക്കൊന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ പോണ്ടിലേക്ക് ഇറങ്ങിയേക്കണാണ്. അതേ കോരിക്കളയാൻ വേണ്ടി പോണേ ഫോണ്. ഓക്കെ, നമ്മ മോട്ടറൊന്നും ഇല്ലാത്ത പറഞ്ഞേ ബക്കറ്റുണ്ട് കോരിയ കളയണ കേട്ടോ. അപ്പം മേൽഭാഗത്ത് മാത്രമേ ഈ കളറിൽ നിൽക്കണുള്ളൂ കേട്ടോ. താഴത്തൊക്കെ ഷീറ്റിൽ മാത്രമേ പച്ച കളർ ഉള്ളത്. അലിഗേറ്റർ കാർ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കാം, ശരിക്കും എന്തോരം ലെങ്ത് ഉണ്ടെന്ന് കൂടി നോക്കാം. എങ്ങനെയാലും ഒരു 35 ഇഞ്ചിൻ്റെ മേളിലുണ്ടാവും, അത് ഉറപ്പാണ് എനിക്ക്. എത്ര ഒരു മണിക്കൂറൊക്കെ ഇവൻ കരപ്പേ കിടക്കോട്ടെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വെള്ളമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മേത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളത്തിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല. ഈ ഒരു രീതിയിലേക്ക് മറ്റി കിട്ടിയിട്ടുണ്ട് അലിഗേറ്റർ കാറായി കിടക്കണത്. അപ്പോൾ സൈഡിലൊക്കെ നല്ല രീതിക്ക് പായലുണ്ട് കേട്ടോ. കണ്ട, ഇതൊക്കെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടേ തേച്ചൊന്ന് കഴുകണം. അപ്പോൾ ഇപ്പം ടൈം എത്രയും 5 മിനിറ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ വെള്ളം മാറ്റാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി ഇവനെ കിടക്കണം കേട്ടോ. അപ്പോൾ എത്ര നേരം ഇവൻ ഈ കരപ്പയിൽ ഇങ്ങനെ കിടക്കുമെന്ന് നോക്കാം നമുക്ക്, വെള്ളമില്ലാണ്ട്. ഈ ഒരു രീതിയിലേ വെള്ളമുള്ളൂ. അപ്പോൾ ഇത് ഉരച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം മൊത്തത്തിൽ കളയണമായിരിക്കും കേട്ടോ. ബ്രഷ് വെച്ച് ഉരക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് പോകണുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് വാങ്ങിയാൽ മതി, നിങ്ങൾ ഓൺലൈനിലൊക്കെ കിട്ടുമായിരിക്കും. കയ്യിലൊക്കെ ഉരക്കാൻ വേണ്ടി ബെസ്റ്റാണ് ഇതൊക്കെ. നമ്മളിവിടെ ഷീറ്റ് യൂസ് ചെയ്തേക്കണ കാരണം ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യണമായിരിക്കും നല്ലത്, പെട്ടെന്ന് പോകും. ഇതേ സൈസ് ഉണ്ടോ എൻ്റെ, കണ്ടോ ഈ ഒരു സൈസ് ഉണ്ട്. അപ്പോൾ ഈ സൈഡിലെ പായലൊക്കെ ഞാൻ മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇപ്പം ടൈം എത്രയാണ് കറക്റ്റ് നോക്കിയൊന്ന് കണ്ടാ, 1:57. 1:57 ഉണ്ട്. അത് 1:35 ഈ രീതിയിൽ വെള്ളം പറ്റിച്ചിട്ട് ഇത്ര നേരം ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഈ രീതിയിൽ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കും, കാരണം ക്യാറ്റ് ഫിഷിൻ്റെ മേത്തൊക്കെ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ തീട്ടിപ്പോവും. അതായത് ഒരു സൈസ് ഉളുമ്പാണ് അത് ഉണ്ടാവും ഈ എല്ലാ മീനിൻ്റെ. ഈ മീനിൻ്റെ ഉണ്ടാവും, ക്യാറ്റ് ഫിഷിന് ഉണ്ടാവും, കൂരി എല്ലാ സാധനത്തിനും ഉണ്ടാവും, മിക്ക മീനും ഉണ്ടാവും. അപ്പം അത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിലാണ് ഇതിങ്ങനെ ഡെഡായി പോകും, മനസ്സിലായേ? കാരണം ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ മേത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് വളർത്തണ കാരണം നമ്മൾ ഒരു പോരായ്മ കാരണം ഇത് ഡെഡായി പോയി അത്രയും മോശമാണല്ലോ. ഇതിൻ്റെ പല്ലൊക്കെ എന്ന് പറയുമ്പോൾ കണ്ട എന്താ ഇത്രയും ബിഗ് സൈസാണ്. ലെങ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാട്ടെ. പിന്നെ താഴത്തു കൂടിയുള്ള പായലും കൂടി കളയണം. കണ്ട, ഒരു കടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സീനായിരിക്കും. എൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ലെങ്ത് കറക്റ്റ് കാണിച്ചു തരാം ഞാൻ. നീറ്റ് വെക്കടാ ആദ്യം, എൻ്റെ മേളിൽ കൂടി ഇങ്ങനെ എടുത്ത് നോക്കാം. 38 കാണിച്ചു കൊടുത്തേ. ഇപ്പം നേരെയല്ല അടക്കണം, എന്നാലും 38 ഉണ്ട്. 38 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഈ ഒരു വണ്ണം നോക്കട്ടെ. ഓ, 17 കേട്ടാ, കറക്റ്റ് 17 എന്ന് പറയുമ്പോൾ എൻ്റെ കാലിനും വലുത്. അപ്പം ഇവൻ്റെ കറക്റ്റ് ലെങ്ത് ഞാൻ ഏകദേശം കാണിച്ചുതരാം. 38 അല്ലായിരുന്ന, 38 എന്ന് പറയുമ്പോൾ 38 ഈ ലെങ്ത് ഉണ്ട്. സൈസ് കണ്ടല്ലോ, അതെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഇവൻ്റെ സ്കിന്നൊക്കെ. കുറച്ച് ഭീകരനാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോണിലൊക്കെ കയ്യിലിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ പിള്ളേരെ അധികം അടുപ്പിക്കരുത് ഇത്രയും ബിഗ് സൈസ് ആയിട്ടുണ്ടെങ്കിൽ. അലിഗേറ്റർ കാറിൻ്റെ പറ്റേനെ കേട്ടോ.
കാരണം ഫീഡ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോണ്ടി കൈയിടുമ്പോൾ എരയണമെന്ന് പറഞ്ഞ് വന്നവൻ നേരെ കടിക്കും. പക്ഷേ കടിക്കുമ്പോഴെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പെയിൻഫുള്ളും ആയിരിക്കും, നീരും വെക്കും കൈക്ക്. എന്താ അപ്പം നല്ല കളിയാണ് ഇത്. അലിഗേറ്റർകാരൻ്റെ കൂടെ കിടക്കണ സൈസ് നോക്കി, അലിഗേറ്റർകാരൻ്റെ. ഇവൻ പിടക്കാണ്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതിനെ മാറ്റിട്ട് കേട്ടോ. അരിയുടെ കൂടെ മുട്ടൻ കളികൾ പിടിച്ച് ഇവൻ്റെ ഈ കൈ കണ്ട. പിള്ളേരൊക്കെ ഇങ്ങനെ കിടത്തുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തുന്നില്ല കേട്ടോ. ഇത് ഈ കയ്യിലില്ലേ നല്ല വലിയൊരു മുള്ളാണ്. അതുപോലെ ഈ ബാക്കിൽ ദീക്ക ഇവിടെ ഉണ്ടാവും. ഈ രണ്ട് സൈഡിൽ അതേപോലെ തന്നെ സെയിമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ദീക്കാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞെങ്കിൽ ഈ ഒരു മുള്ളിലില്ലേ ഇങ്ങനെ കുറേ മുള്ളുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കുത്തി കയറണമെങ്കിൽ റിട്ടേൺ പോരില്ല. ആ റിട്ടേൺ പോരും. കുത്തി കയറുമ്പോൾ നല്ല പെയിൻഫുള്ളായിരിക്കും. ശരിക്കും ക്ലോസ് ആക്കി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഈ കണ്ണൊക്കെ മുള്ള. അതുപോലെ ഇത് ഏറ്റവും ബാക്കിലെ വാലിലും ഉണ്ട്. ഈ ഇങ്ങനെ നമ്മൾ ഇതിനെ തടകണമെങ്കിൽ കണ്ട മുള്ളി കയറും. എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഒരു ഇല വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഇല കണ്ടല്ല, കണ്ടല്ല തടയാണണ്ട കാണിച്ചിട്ടാ. കണ്ട വിട്ടുപോയി, കണ്ട തടയും. അതുപോലെ തന്നെ പല്ലിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ കാണിച്ചെന്നത്. ഈ സൈഡിൽ പല്ല് കണ്ട, അതെ കടിച്ച നല്ല സുഖമായിരിക്കും. എനിക്ക് കുറേ കടി കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി വെള്ളം നിറക്കണം. എന്നിട്ട് ഈ കല്ലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്നും കൂടി ഇടണം. കുറച്ച് വാഷ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇത് അവിടെയൊക്കെ വാഷ് ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ വെള്ളം ഞാൻ ഓണാക്കട്ടെ. അതേ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഓടി വരും. അതേ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കണം അവന്. ഏതുവന് ഇതിൻ്റെ അകത്ത് കിടത്തിയപ്പോഴേ അവൻ അതിൽ തന്നെ കിടന്ന് കുളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അത്യാവശ്യം നമ്മത് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3-4 പിടി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ഇട്ടേണ് കേട്ടോ. അപ്പം അതേ കൂടി നമ്മൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ബ്ലോക്ക് കട്ടയൊക്കെ അടിഭാഗത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഫൈബർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, കാരണം ഞാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവന് ചിക്കൻ ഫീഡ് ചെയ്യണം. അത് ഞങ്ങൾക്ക് കാണിച്ചാൽ ഇനി നമുക്ക് നേരെ ചിക്കൻ ഫീഡ് ചെയ്യാട്ടെ. പിന്നെ സൈസ് കാണിച്ചെന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ വെള്ളത്തിൽ കിടക്കണ പോലെ അല്ലേ ഇവനെ കാണാൻ വേണ്ടിയില്ല, നേരിട്ട് കാണുന്ന പോലെ ഇല്ല. നമുക്ക് എത്ര വീഡിയോ എടുത്താലും കിട്ടൂല. അതേ ചിക്കൻ ഫീഡ് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കൈയിടുമ്പോൾ തന്നെ പുള്ളിക്കാൻ ഓടി വരും കേട്ടോ. കണ്ടാ നല്ല വിശപ്പുണ്ട് കേട്ടോ. അതേ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണേ. ഓ പ്രതീക്ഷ വല്ല ചാടി അറ്റാക്ക് ചെയ്തില്ല കേട്ടോ. വേണ്ടെന്നാ പറയണത്. മാറിപ്പോയിട്ടുമ്പോ പോകണില്ല. തരാം. കഴിക്കണില്ല, എന്താണെന്ന് അറിയില്ല. വെള്ളം മാറ്റിയതിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ 1 മണിക്കൂർ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു കയപ്പയിൽ. അപ്പോൾ അതേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതിൽ വെള്ളം നിറച്ച്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാരണം ആ ഒരു ധൈര്യത്തിൽ നമുക്ക് കുറേ നേരം ഇവനെ കരപ്പയിൽ ഇട്ടേച്ചത്. ഒരെണ്ണം കഴിച്ചില്ല, കാരണം വലിയ കുഴപ്പമില്ല. അതെ വേണമെങ്കിൽ ഇതിങ്ങനെയൊക്കെ ഇട്ട് എറിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കഴിക്കുവാൻ. കണ്ട അവനത് കഴിക്കാത്ത അറിയാം. 2 ദിവസം ചിക്കൻ ഫ്രിഡ്ജിലിരിക്കണം. അത് കാരണം അവൻ കഴിക്കാത്ത കേട്ടോ. അവന് വിശപ്പുണ്ട്. ലൈഫ് ഫീഡാ കൊടുക്കണേ, ഞാൻ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിച്ചേക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവന് വായിൽ വെച്ച് കൊടുക്കണം. കുഞ്ഞാവനെ പോലെ ഭയങ്കര പുന്നാരും. എനിക്കിപ്പോൾ വരുമ്പോഴേക്കും ഇവൻ്റെ തലയിൽ മാർക്ക് കണ്ടു കേട്ടോ. ഹെഡിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ട്. നല്ല രസമാണ്. കണ്ടാ റൗണ്ട് അടിച്ചിട്ടുണ്ടോ? ഓ
നല്ല കമ്പനിയാണ് തന്നെയുണ്ട്. ഇടയ്ക്ക് നല്ല കടിയൊക്കെ കിട്ടും. ഇവനിങ്ങനെ കളിപ്പിക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓടിച്ചൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. വെള്ളം നിറയണേ ഉള്ളു, അതാണ് അവന് മര്യാദക്ക് ഓടാൻ പറ്റണില്ല. അതുപോലെ പോണ്ടിന് വലിപ്പം കുറവാണല്ലോ. അപ്പം നമ്മൾ വേറൊരു പോണ്ട് സെറ്റ് ആക്കണമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമായിരിക്കും കേട്ടോ. വിശപ്പുണ്ടെങ്കിൽ നമ്മിങ്ങനെ കൈയൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഇങ്ങനെ ചുരുട്ടി പിടിച്ച സീനില്ല. ഇവനങ്ങനെ അറ്റാക്ക് ചെയ്യൂല. ഞാൻ ഇങ്ങനെ ശീലിപ്പിച്ചേക്കണം. ഇങ്ങനെ കൊണ്ടുപോയി കൈ ഇടുമ്പോഴൊന്നും പ്രശ്നമില്ല. വിരൽ കാണുമ്പില്ലേ ഫീഡ് ചെയ്യണ വല്ല മീനാണെന്ന് ഓർത്ത് നേരെ കടിക്കുമ്പോൾ അപ്പം തന്നെ വിട്ടുകളെ കേട്ടോ. കടിച്ച് പറിക്കൊന്നുമില്ല, പട്ടിയടിയൊന്നും കടിക്കില്ല, അപ്പം തന്നെ അവൻ വിടും. പക്ഷെ നമ്മ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത് വീഡിയോസൊക്കെ കണ്ട് ആർക്കെങ്കിലും വാങ്ങണമെന്ന് തോന്നുമ്പോൾ എല്ലാം മനസ്സിലാക്കണമല്ലോ. അപ്പം നമ്മൾ ചെറിയൊരു പോണ്ടിലൊക്കെ ഇട്ട് വളർത്താന്നൊക്കെ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇത് ഒരു മാസം കൊണ്ട് തന്നെ സൈസാവും. ഒരു 6 ഇഞ്ച് സൈസ് ആണെങ്കിൽ നമുക്കൊരു മാസം കൊണ്ട് അതൊരു 12 ഇഞ്ച് 18 ഇഞ്ചിൻ്റെ ഒക്കെ മുകളിലേക്ക് വരും. ഇത് ഇവനെ വാങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ ഫ്രണ്ട്സ്.